മീനും മുട്ടയും ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ഒറ്റ കറി മതി നമുക്ക് ഒരു നേരത്തെ ചോറ് മുഴുവൻ കഴിക്കാൻ. പിന്നെ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ഒക്കെ എല്ലാത്തിൻ്റെ കൂടെ പോകുന്നത് കൊണ്ട് നമ്മളെ പ്രവാസികൾക്കും ഹോസ്റ്റലേഴ്സിനൊക്കെ പറ്റിയ റെസിപ്പിയാണ്. ഈ ഒരു ഒറ്റ കറി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമയവും ലാഭിക്കാം, അവരുടെ ഒരു ദിവസത്തെ ഫുഡ് മൊത്തം ഇതിൽ പോവുകയും ചെയ്യും. ഞാനിവിടെ ചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ അടുപ്പത്തേക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് ഒന്ന് ചൂടാവുന്ന സമയം കൊണ്ട് ഞാനൊരു 1/2 കപ്പ് തോരൻ പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ആ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10-15 ചെറിയുള്ളി 2ആയിട്ട് കീറിയതും, കുറച്ച് വെളുത്തുള്ളി. ഞാനിവിടെ ചെറിയ വെളുത്തുള്ളി എടുത്തത് കൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ വെളുത്തുള്ളിയാണ് ഉള്ളതെങ്കിൽ ഒരു 4-5 വെളുത്തുള്ളി ആവശ്യമുള്ളൂ. ആ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ എല്ലാ വെളുത്തുള്ളിയും ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയും കൂടെ ചേർത്ത് കൊടുക്കുക. എരിവ് നല്ല വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് കുക്കറിലും വേവിച്ചെടുക്കാം സമയമില്ല എങ്കിൽ. കുക്കറിലേക്ക് എല്ലാം ചേർത്ത് നമ്മൾ സാമ്പാർ പരിപ്പും വെളുത്തുള്ളി ഉള്ളിയും പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ അടിക്കുമ്പോഴത്തേക്ക് പരിപ്പൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് കിട്ടും. ഇത് അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ തിരികിയതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഉള്ളിയും ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ജീരകം, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മഷി പോലെ അരച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മളെ പരിപ്പൊക്കെ നല്ല വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. പരിപ്പ് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പരിപ്പിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തിളച്ച് വെളിയിൽ പോകത്തില്ല. പരിപ്പൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ തീ എപ്പോഴും ഒരു ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം കറി നല്ലതുപോലെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി വരേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അരപ്പ് ചേർക്കുന്ന സമയത്തേക്ക് തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം അരപ്പ് നന്നായി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു പിടി മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മുരിങ്ങയില കറി എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാൻ കഴിയും. ഞങ്ങളുടെ വീട്ടിലെ ഒരു മെയിൻ കറി എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നുമില്ലെങ്കിൽ ഈ ഒരൊറ്റ കറി മതി ഞങ്ങൾക്കിവിടെ ഒരു പ്ലേറ്റ് ചോറ് എല്ലാവരും കാലിയാക്കിക്കോളും. മുരിങ്ങയിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അത് അങ്ങനെ കുറച്ച് നേരം ഒന്ന് ചൂടാകാൻ വേണ്ടി വെക്കുക. നമ്മൾ ഒരുപാട് തിളപ്പിക്കരുത്, കറിയുടെ ആ ഒരു ടേസ്റ്റ് പോവുകയും ചെയ്യും, കറി പിരിന്നു പോവുകയും ചെയ്യും. അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് വറുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വറ്റൽമുളകും ഉള്ളിയും അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുകും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഉള്ളിയും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ച് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ കറി ഓഫ് ചെയ്ത് ചൂടോടുകൂടി തന്നെ നമ്മളെ ചോറിനോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചപ്പാത്തിയുടെ കഴിക്കാനും ബെസ്റ്റ് കോംബോ ആണ്. അപ്പോൾ സമയമില്ലാത്തവർക്കും ഒരുപാട് കറി ഉണ്ടാക്കി സമയം കളയാൻ ഇല്ലാത്തവർക്കും പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.